ഓ ഓ അവിടെ എല്ലാം ബ്ലോക്കാണ്. ബസ് കിട്ടണമെങ്കിൽ അങ്ങ് അപ്പുറത്തെല്ലാം പോണം. നീ എന്തോന്ന് വർത്താനം പറഞ്ഞിട്ട് പോയ? അവിടെ മൊത്തം ബ്ലോക്കാണ്. ഇവിടെ പോയാലേ ബസ് കിട്ടത്തോളന്നാ പറഞ്ഞത്. നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ, നീ വിരല് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് വർത്താനം പറഞ്ഞല്ലോ. അതേടേ ഊവയെന്ന്. ഞാൻ ആരടാ നിന്റെ മടിയിലിട്ടാടാ എന്നെ ഊവെന്ന് പേരിട്ടത്? ഇരിയടാ ഇവിടെ റോസ്കലെ. എടാ എനിക്ക് 20 മിനിറ്റിനകത്ത് എനിക്ക് കരകുളത്ത് എത്തേണ്ട മോനാണ് ഞാൻ, മനസ്സിലായോ? അപ്പൊ ഞാൻ ഇങ്ങനെ അത്യാവശ്യമായിട്ട് നിൽക്കുമ്പോ നീ ഇങ്ങനെ ഒരുമാതിരി അവമാനിച്ചിട്ട് അങ്ങ് പോയാലോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ മൊത്തം ബ്ലോക്കാ, അവിടെ പോയാലേ വണ്ടി കിട്ടില്ല. അത് നീ ഇങ്ങനെ ഈ രീതിയിലാണ് സംസാരിക്കേണ്ടത്. കൊച്ചുപിള്ളേരൊക്കെ ഇങ്ങനെയാണ് സംസാരിച്ച് പഠിക്കേണ്ടത്. എന്നാ വാണ്, നമ്മുടെ ബസ് ഇപ്പൊ പോകുന്നു. ബസ് ഒന്നും പോയൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്ത് നിന്നെ മര്യാദ പഠിപ്പിക്കണമല്ലോ. നീ ഒന്നുകൂടെ ഒന്ന് പോയി വാ. നിനക്ക് എങ്ങനെ പറയണം, മൊത്തോടെ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കണമല്ലോ. പുല്ല് ഞാൻ കാണിക്കാം. അണ്ണാ അണ്ണാ ഇങ്ങോട്ട് വാണ, ഇപ്പൊ ബസ് പോകുന്നു. ഇവിടെ ഇവിടെ വാടാ. പ്രായത്തിന് ഉത്തരം ഇങ്ങനെ ഒരു തട്ടാറായടാ. നീ വീട്ടുകാർ ഇതാണോ നിന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കണം? കണ്ണിട്ട് കുത്തി തരണം. അണ്ണാ കുഞ്ഞു കളിക്കാൻ സമയമില്ലെന്ന്, ബസ് ഇപ്പൊ പോകുന്നു. ഇത്തിരി ബഹുമാനത്തോടുകൂടി നിനക്ക് പറഞ്ഞുകൂടെ? ബസ് പോവുന്നില്ല. എനിക്ക് നിന്നെ പോലെ അത്യാവശ്യമുള്ളവനാണ്. ബഹുമാനം വേണം. നിന്റെ തലമുറയുടെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണം? നോക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഇതിലെ അല്ല ബസ്, അതിലെയാണ് ബസ്. ചേട്ടാ അവിടെ പോകും, അങ്ങനെ വേണം പറയാൻ. മനസ്സിലായോ? ഓക്കെ. ഞാൻ വീണ്ടും പറയണം. എന്തിവിടെ ബസ് കയറാൻ നിൽക്കുന്നു. ഞാൻ ബസ് കരവളം പോയ ഇന്നിവിടെ ബസ് ഇല്ല. ഇന്ന് ആളെ ഉള്ളു. അവൻ എന്തൊരു വർത്തമാനം പറഞ്ഞോണ്ട് പോയത്? ഡേയ് അണ്ണാ, ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അത് ഞങ്ങളുടെ തലമുറയുടെ മെയിൻ ഒരു ഐറ്റമാ. എന്തൊരു വർത്തമാനം പറഞ്ഞോണ്ട് പോയത്? ഈ തലമുറ എന്ത് ഇങ്ങനെ? അയ്യോ, തലമുറയെ മോശം, കാലമേ മോശം കേട്ടോ.